ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പശ്ചിമബംഗാൾ പര്യടനത്തിന് തുടക്കമായി. 3200 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. ഉച്ചയ്ക്ക് ശേഷം അസം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തെലങ്കാന മധ്യപ്രദേശ് പര്യടനത്തിന് ഇന്ന് തുടക്കം. ഉത്തരേന്ത്യയിലെ മൂടൽമഞ്ഞിനെ തുടർന്നുണ്ടാകുന്ന വിമാന സർവീസ് മാറ്റങ്ങളിൽ യാത്രക്കാർക്ക് വേണ്ട സൌകര്യമൊരുക്കുന്നതിന് വിമാന കമ്പനികൾക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. അന്തരിച്ച നടൻ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. സംസ്കാരം നാളെ എറണാകുളം കണ്ടനാട്ടിൽ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ. അണ്ടർ-19 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പശ്ചിമബംഗാൾ പര്യടനത്തിന് തുടക്കമായി. നാദിയ ജില്ലയിലെ റാണാഘട്ടിൽ ദേശീയപാതാ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും അല്പസമയത്തിനകം പ്രധാനമന്ത്രി നിർവഹിക്കും. പശ്ചിമബംഗാളിൽ 3200 കോടി രൂപ ചെലവ് വരുന്ന 2 ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി അസമിലേക്ക് പോകുന്ന ശ്രീ മോദി സംസ്ഥാനത്ത് ഏകദേശം 15,600 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. ഗുവാഹത്തിയിലെ ലോകപ്രിയ ഗോപിനാഥ് ബർദോലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 4000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച അത്യാധുനിക ബാംബു ഓർക്കിഡ് ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. നാളെ പരീക്ഷാ പേ ചർച്ചാ പരിപാടിയിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായും പ്രധാനമന്ത്രി സംവദിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തെലങ്കാന മധ്യപ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇന്ന് ഹൈദരാബാദിൽ നടക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺമാരുടെ ദേശീയ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. നാളെ നന്ദിഗമയിലെ ഹാർട്ട് ഫുൾനെസ് ഗ്ലോബൽ ആസ്ഥാനത്ത് നടക്കുന്ന ലോക ധ്യാന ദിനാഘോഷത്തിലും അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് അടൽ ഫൌണ്ടേഷൻ സംഘടിപ്പിക്കുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉപരാഷ്ട്രപതി മധ്യപ്രദേശിലെ ഇൻഡോറിൽ എത്തും. സശസ്ത്ര സീമാ ബെല്ലിന്റെ 62ാം സ്ഥാപക ദിനത്തിൽ എല്ലാ സേനാംഗങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. SSBയുടെ അചഞ്ചലമായ സമർപ്പണം സേവനത്തിന്റെയും ത്യാഗത്തിന്റെയും ഉയർന്ന പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. സേനയുടെ സ്ഥാപക ദിനത്തിൽ സശസ്ത്ര സീമാബൽ സേനാംഗങ്ങൾക്കും അവരുടെ കുടുംബങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശംസകൾ നേർന്നു. സശസ്ത്ര സീമാബൽ എപ്പോഴും രാജ്യത്തിന് അഭിമാനമാണെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ ഷാ പറഞ്ഞു. മൂടൽമഞ്ഞും വിമാന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന കുറഞ്ഞ ദൃശ്യപരത സാഹചര്യങ്ങളും കണക്കിലെടുത്ത് യാത്രക്കാർക്ക് സൌകര്യമൊരുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എല്ലാ വിമാന കമ്പനികൾക്കും നിർദ്ദേശം നൽകി. സമയബന്ധിതവും കൃത്യവുമായ ഫ്ളൈറ്റ് വിവരങ്ങൾ ഉറപ്പാക്കാനും ദീർഘനേരം വൈകുമ്പോൾ ഭക്ഷണവും ലഘുഭക്ഷണവും നൽകാനും റദ്ദാക്കലുകൾ ഉണ്ടായാൽ റീബുക്കിംഗ് അല്ലെങ്കിൽ റീഫണ്ട് സൌകര്യമൊരുക്കാനും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രശസ്ത ചലച്ചിത്ര താരവും സംവിധായകനും തിരക്കഥാകൃത്തുമായ അന്തരിച്ച നടൻ ശ്രീനിവാസന് കേരളത്തിന്റെ ആദരാഞ്ജലി. സമൂഹ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മോഹൻലാൽ, സത്യനന്ദിക്കാട്, മുകേഷ് തുടങ്ങിയവരും അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തി. കൊച്ചി കണ്ടനാട്ടെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖർ ബാഷ്പാഞ്ജലി അർപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം എറണാകുളം ടൌൺഹാളിലാണ് പൊതുദർശനം. 200ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം ദേശീയ, സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ആക്ഷേപഹാസ്യത്തിന്റെ സാധ്യതകൾ സൂക്ഷ്മമായി തന്നെ ഉപയോഗിച്ച കലാകാരനായിരുന്നു ശ്രീനിവാസൻ. നടൻ എന്നതിലുപരി ജനമനസ് തൊട്ടറിഞ്ഞ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു ശ്രീനി എന്ന സകലകലാവല്ലഭൻ. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന്റെ നിസ്സഹായതകളും സങ്കടങ്ങളും മിഴിവോടെ ആവിഷ്കരിച്ചു. സത്യനന്ദിക്കാടിനൊപ്പം അദ്ദേഹം ചെയ്ത വരവേൽപ്പടക്കമുള്ള സിനിമകൾ മലയാളിയുടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രവും ജീവിതവും പറയുന്നവയാണ്. പൂച്ചയ്ക്കൊരു മൂക്കുത്തിയാണ് ആദ്യ തിരക്കഥ. പ്രിയദർശനുമായി ചേർന്നൊരുക്കിയ ഹാസ്യചിത്രങ്ങളിലൂടെ അദ്ദേഹം സിനിമാ ലോകത്ത് സ്വന്തം സ്ഥാനമുറപ്പിച്ചു. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കുനോക്കിയന്ത്രം എന്നീ ചിത്രങ്ങൾ ദേശീയ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം. 1956 ഏപ്രിൽ 4 തലശ്ശേരിക്കടുത്തുള്ള പാട്യത്തായിരുന്നു ജനനം. മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചലച്ചിത്ര അഭിനയത്തിൽ പരിശീലനവും നേടി.
1977 P.A. ബക്കറുടെ മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഇന്ന് രാവിലെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു 69-കാരനായിരുന്ന ശ്രീനിവാസന്റെ വിടവാങ്ങൽ. നടന്മാരായ വിനീത്, ധ്യാൻ എന്നിവർ മക്കളാണ്. ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ഫെബ്രുവരിയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന 2026-27 ബജറ്റിനായി പൌരന്മാരിൽ നിന്ന് നിർദ്ദേശങ്ങളും ആശയങ്ങളും ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും ദേശീയ വികസനവും വളർത്തിയെടുക്കുന്നതിനൊപ്പം ജനങ്ങളുടെ അഭിലാഷങ്ങളും ആവശ്യങ്ങളും പ്രതിഫലിപ്പിക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. നിർദ്ദേശങ്ങൾ www.mygov.in എന്ന പോർട്ടലിലേക്ക് അയക്കാം. ഇന്ത്യ നെതർലൻഡ്സ് സംയുക്ത വ്യാപാര നിക്ഷേപ കമ്മിറ്റി രൂപീകരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാരം, നിക്ഷേപം, സാമ്പത്തിക സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതിനാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ഡച്ച് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപനം. പ്രാദേശിക ഭാഷകളിലെ പൊതുസേവന പ്രക്ഷേപണം ആകാശവാണി, ദൂരദർശൻ ശൃംഖലകളിലൂടെ ശാക്തീകരിച്ചതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ. അടങ്കൽ തുകയായ 2539.61 കോടി രൂപയുടെ വിനിയോഗത്തിലൂടെ പ്രസാർഭാരതിയുടെ ആധുനികവൽക്കരണവും നവീകരണവും നടപ്പാക്കി വരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ദൂരദർശൻ, ആകാശവാണി എന്നിവയിലുടനീളം ഉൽപാദന ഉപകരണങ്ങൾ, സ്റ്റുഡിയോ സൌകര്യങ്ങൾ, ട്രാൻസ്മിറ്ററുകൾ, ഡിജിറ്റൽ പ്രക്ഷേപണ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ നവീകരിക്കുന്നതിലാണ് പദ്ധതി ഊന്നൽ നൽകിയിരിക്കുന്നത്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ പരാതി പരിഗണിക്കാൻ വിസമ്മതിച്ച വിചാരണ കോടതി ഉത്തരവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി തുടങ്ങി മറ്റ് 5 പേർക്കെതിരായ ഇഡിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പരിഗണിക്കാൻ ഡൽഹി കോടതി ചൊവ്വാഴ്ച വിസമ്മതിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതികളുടെ കാലാവധി ഇന്ന് അവസാനിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ പൂർത്തിയാകും. പുതിയ ഭരണസമിതികളും നാളെ ചുമതലയേൽക്കും. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വരണാധികാരികളുടെയും മുൻപാകെ മുതിർന്ന അംഗമാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അധ്യക്ഷ, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ മാസം 26, 27 തീയതികളിലാണ്. അണ്ടർ-19 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. നാളെ ദുബായിലാണ് ഫൈനൽ. ഇന്നലെ വൈകുന്നേരം ദുബായിൽ നടന്ന സെമിയിൽ ശ്രീലങ്കയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി പാകിസ്ഥാനുമായുള്ള കിരീട പോരാട്ടത്തിന് വഴിയൊരുക്കുകയായിരുന്നു ഇന്ത്യ. മഴ കാരണം 20 ഓവറുകളായി ചുരുക്കിയ മത്സരത്തിൽ ഇന്ത്യ ബാറ്റ് ചെയ്ത ശ്രീലങ്കയെ 8 വിക്കറ്റിന് 138 റൺസിൽ ഒതുക്കി. മറുപടിയായി 18 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 139 റൺസ് എന്ന ലക്ഷ്യം ഇന്ത്യ മറികടന്നു. ഇന്ത്യൻ കരകൌശല വസ്തുക്കളുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലക്ഷ്യമിട്ടുള്ള ഗാന്ധി ശില്പ ബസാർ കൊച്ചിൻ ക്രാഫ്റ്റ് ഫെസ്റ്റ് 2025 പ്രദർശനമേളയ്ക്ക് ഇന്ന് തുടക്കമാകും. എറണാകുളത്തെ മറൈൻ ഡ്രൈവിന് സമീപമുള്ള ശിവക്ഷേത്ര ഗ്രൌണ്ടിൽ നടക്കുന്ന പരിപാടി വൈകുന്നേരം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റ് പാസാക്കിയ VBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയിൽ കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ G. ഗോപകുമാർ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച താൽക്കാലിക ഹെലിപാഡുകളുടെ നിർമ്മാണം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകി. വിവരാവകാശ പ്രവർത്തകനായ റഷീദ് ആനപ്പാറ നൽകിയ പരാതിയിലാണ് അന്വേഷണം നടത്താൻ മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ ഒക്ടോബർ മാസം 22-നാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു ശബരിമല സന്ദർശനത്തിനായി പത്തനംതിട്ടയിൽ എത്തിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഈ മാസം 23-ന് പുറത്തിറക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് സമ്മതിദായകർ പരിശോധിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്ത് എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ 100% പൂർത്തിയായിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പശ്ചിമബംഗാൾ പര്യടനത്തിന് തുടക്കമായി. 3200 കോടി രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും. ഉച്ചയ്ക്ക് ശേഷം അസം സന്ദർശിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തെലങ്കാന മധ്യപ്രദേശ് പര്യടനത്തിന് ഇന്ന് തുടക്കം. ഉത്തരേന്ത്യയിലെ മൂടൽമഞ്ഞിനെ തുടർന്നുണ്ടാകുന്ന വിമാന സർവീസ് മാറ്റങ്ങളിൽ യാത്രക്കാർക്ക് വേണ്ട സൌകര്യമൊരുക്കുന്നതിന് വിമാന കമ്പനികൾക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. അന്തരിച്ച നടൻ ശ്രീനിവാസന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. സംസ്കാരം നാളെ എറണാകുളം കണ്ടനാട്ടിൽ. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ. അണ്ടർ-19 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ-പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.